السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലൊരു യാത്രക്കിടയിൽ കടുത്ത ഇരുട്ടും ശക്തമായ കാറ്റുമെല്ലാം ഉണ്ടായപ്പോൾ പരിശുദ്ധ ഖുർആനിലെ അവസാനത്തെ രണ്ട് സൂറത്തുകൾ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഈ രണ്ട് സൂറത്തുകൾ ഓതി അള്ളാഹുവിനോട് ആ സൂറത്തുകൾ മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ തേടുകയുണ്ടായി. കൂടെ ഉണ്ടായിരുന്ന ഉഖ്ബ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, യാ ഉഖ്ബ തഅവ്വദ് ബിഹിമാ ഫമാ തഅവ്വദ മുതഅവ്വിദുൻ ബിമിസ്ലിഹിമാ. ഓ ഉഖ്ബ, ഈ രണ്ട് സൂറത്തുകൾ മുഖേന അള്ളാഹുവിനോട് നീ കാവൽ തേടുക. ആ രണ്ട് സൂറത്തുകൾ പോലെ ഉള്ളതുകൊണ്ട് ഒരാളും അള്ളാഹുവിനോട് കാവൽ തേടിയിട്ടില്ല. നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആല അള്ളാഹുവിനോട് രക്ഷ തേടാൻ അതിനായി നമുക്ക് അവതരിപ്പിച്ചു തന്ന പരിശുദ്ധ ഖുർആനിലെ രണ്ട് സൂറത്തുകളാണ് ഫലഖും നാസും. പ്രിയമുള്ളവരെ, ഈ ലോകത്ത് ധാരാളക്കണക്കിന് അപകടങ്ങൾക്കും ആപത്തുകൾക്കും ഇടയിലൂടെ ജീവിക്കുന്നവരാണ് നമ്മൾ. നമുക്ക് കാണാൻ സാധിക്കുന്നതും കാണാൻ സാധിക്കാത്തതുമായ അപകടങ്ങൾ, നമ്മൾ പ്രതീക്ഷിക്കുന്നതും അപ്രതീക്ഷിതവുമായ അപായങ്ങളും ആപത്തുകളുമെല്ലാം ഷർറിൻ്റെ, തിന്മയുടെ, കുറ്റകൃത്യങ്ങളുടെ വക്താക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. അവയ്ക്കിടയിൽ, അവരുടെ എല്ലാം ഇടയിലാണ് നാമും നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളുമെല്ലാം ഈ ലോകത്ത് ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ കാവലല്ലാതെ മറ്റൊന്നും നമുക്ക് ആശ്രയിക്കാനില്ല. അള്ളാഹു രക്ഷയേകിയാലല്ലാതെ ഒരാൾക്കും തന്നെ രക്ഷയില്ല. നോക്കൂ, ഈ രണ്ട് സൂറത്തുകളുടെ അതിൻ്റെ അർത്ഥതലങ്ങൾ, അതിൻ്റെ ആശയം നമ്മൾ മനസ്സിലാക്കിയാൽ അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ നമുക്ക് ചൊരിഞ്ഞു തന്ന അനുഗ്രഹത്തിൻ്റെ, അവൻ നമുക്കേകുന്ന കാവലിൻ്റെ മഹത്വം എത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു പറയുന്നു, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ഖുൽ, പറയുക, അഊദു ബിറബ്ബിൽ ഫലഖ്, ഫലഖിൻ്റെ റബ്ബിനോട് ഞാൻ കാവൽ തേടുന്നു, അവനിൽ ഞാൻ അഭയം തേടുന്നു. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഫലഖിൻ്റെ റബ്ബിനോട് ഞാൻ കാവൽ തേടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനല്ലാത്ത എല്ലാത്തിൻ്റെയും റബ്ബാണ്. അവയെ മുഴുവൻ പടച്ചവനും അവയെ നിയന്ത്രിക്കുന്നവനും അവയുടെ എല്ലാം ഉടമസ്ഥനും റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. എന്നാൽ അവൻ്റെ പടപ്പുകളിൽ ചിലതിൻ്റെ റുബൂബിയ്യത്ത് എടുത്തു പറഞ്ഞുകൊണ്ട് അതിൻ്റെ റബ്ബായ അല്ലാഹുവേ എന്ന് തേടുന്ന പല പ്രാർത്ഥനകൾ പരിശുദ്ധ ഖുർആനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലുമുണ്ട്. ആ റബ്ബിൻ്റെ പടപ്പുകൾ നമുക്കൊരുപാട് ചിന്തിക്കാനുള്ളതും
അള്ളാഹുവിൻ്റെ കഴിവിനെക്കുറിച്ച്, അവൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതുമാണ്. അതിലൊന്നാണ് അൽ ഫലഖ്. എന്താണ് ഫലഖ് എന്നാൽ? ഒരു വസ്തു പൊട്ടിവിടരുക, അത് പിളർത്തിക്കൊണ്ട് പുറത്തേക്ക് വരിക എന്നെല്ലാമാണ് ഫലഖ എന്ന പദത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, രാത്രിയെ അതിനെ കീറി മുറിച്ചുകൊണ്ട് പ്രഭാതം വിടരുന്നു. രാത്രിയെ കീറി മുറിച്ചുകൊണ്ട് പകലത വരുന്നു. ആ വെളിച്ചം അതിങ്ങനെ അരിച്ചരിച്ച് വരികയാണ്. പിന്നീട് ഭൂമി ഒന്നാകെ വെളിച്ചം നിറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ മറ്റൊരാൾക്കും ഒരു പടപ്പിനും ആ രാത്രിയെ മുറിച്ചു മാറ്റി വരുന്ന പകലിനെ നമുക്ക് ഏകാൻ സാധ്യമല്ല. ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമത്തി മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിദിയാ അഫലാ തസ്മഊൻ. അല്ലാഹു ചോദിച്ചതുപോലെ, ഖുൽ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ, അല്ലാഹു നിങ്ങൾക്ക് എല്ലാ കാലവും രാത്രിയാക്കിയിരുന്നുവെങ്കിൽ, മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിദിയാ, അല്ലാഹു അല്ലാത്ത ഏത് ഇലാഹുണ്ട് ഒരു വെളിച്ചം നിങ്ങൾക്ക് കൊണ്ടുവന്നു തരാൻ? അഫലാ തസ്മഊൻ, നിങ്ങൾ കേൾക്കുന്നില്ലേ? ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൻ നഹാറ സർമദൻ ഇലാ യൗമിൽ ഖിയാമ മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിലൈലിൻ തസ്കുനൂന ഫീഹ് അഫലാ തുബ്സിറൂൻ. പറയുക, ചോദിക്കുക, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇൻ ജഅലല്ലാഹു അലൈക്കുമുൻ നഹാറ സർമദൻ ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ പകലാകട്ടെ എന്ന് അല്ലാഹു തീരുമാനിച്ചാൽ, മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിലൈലിൻ തസ്കുനൂന ഫീഹ്, നിങ്ങൾക്കൊന്ന് വിശ്രമിക്കാനുള്ള രാത്രി കൊണ്ടുവരാൻ അല്ലാഹു അല്ലാത്ത മറ്റേത് ഇലാഹുണ്ട്? അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾ വീക്ഷിക്കുന്നില്ലേ? നോക്കൂ, ആ ഫലഖിൻ്റെ റബ്ബാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുപോലെ ധാന്യത്തെയും വിത്തിനെയുമെല്ലാം പിളർത്തി പുറത്തേക്ക് വരുന്ന, അത്ഭുതകരമായി പുറത്തേക്ക് വരുന്ന ചെടികളെ, സസ്യങ്ങളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നവൻ റബ്ബാണ്. ഇന്നല്ലാഹ ഫാലിഖുൽ ഹബ്ബി വന്നവ, അല്ലാഹു വിത്തിനെ അതുപോലെ ധാന്യത്തെ പിളർത്തി അതിൻ്റെ ചെടിയെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഫാലിഖ് അഥവാ ഫലഖ് എന്ന പദത്തിൻ്റെ അതിൽ നിന്നുണ്ടായ പദമാണ് അല്ലാഹു അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ ഉള്ളതിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നോക്കൂ, ആ ഫലഖിൻ്റെ റബ്ബായ അല്ലാഹുവിനോട് ഞാൻ അഭയം തേടുന്നു എന്ന് നീ പറയുക. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്, മിൻ ശർരി മാ ഖലഖ്, അല്ലാഹു സൃഷ്ടിച്ചതിൻ്റെ എല്ലാം ഷർറിൽ നിന്ന്, അതിൻ്റെ എല്ലാം കെടുതികളിൽ നിന്ന്, ഉപദ്രവങ്ങളിൽ നിന്ന് അല്ലാഹുവിനോട് ഞാൻ കാവൽ തേടുന്നു. സുബ്ഹാനല്ലാഹ്, അല്ലാഹു പടച്ചതാണ് ഈ കാണുന്ന പടപ്പുകളെല്ലാം. അതുകൊണ്ട് സകല ഷർറിൽ നിന്നും അല്ലാഹുവിനോട് ഞാൻ കാവൽ തേടുന്നു എന്നാണ് നാം അതിലൂടെ പറയുന്നത്. പ്രിയമുള്ളവരെ, സ്വന്തത്തിൻ്റെ ഒരുവൻ അല്ലാഹുവിനോട് ആ കാവൽ തേട്ടം തേടുമ്പോൾ അവനവൻ്റെ ഷർറിൽ നിന്നുകൂടി അല്ലാഹുവിനോട് കാവൽ തേടുകയാണ്. സ്വന്തം നഫ്സിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന്. സ്വന്തം നഫ്സ് അത് ഒരുവനെ ഉപദ്രവിച്ചേക്കും, അത് തിന്മയിലേക്ക് നയിച്ചേക്കും. നഫ്സിൻ്റെ ഇച്ഛകൾക്കനുസരിച്ച് ഒരു മനുഷ്യൻ സഞ്ചരിച്ചാൽ ആ നഫ്സ് അവനെ അപകടങ്ങളിൽ കൊണ്ടുപോയി ചാടിക്കും. അതിൽ നിന്നും മറ്റുള്ളവരുടെ ഷർറിൽ നിന്നും അല്ലാഹുവിനോട് കാവൽ തേടുന്നു. മിൻ ശർരി മാ ഖലഖ്. എന്നിട്ട് നിങ്ങൾ ആ സൂറത്തിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ, ആലോചിച്ചു നോക്കൂ. ആ സൂറത്തിൻ്റെ പ്രത്യേകത അത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. സഹോദരങ്ങളെ, അല്ലാഹു പടച്ചതിൻ്റെ എല്ലാം ഷർറിൽ നിന്ന് എന്ന് തേടിയതിനു ശേഷം അത് അവൻ്റെ പടപ്പുകളിൽ, അവൻ്റെ സൃഷ്ടികളിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങളിൽ ഏറെ ഗുരുതരമായ, ഏറെ അപകടകരമായ 3 കാര്യങ്ങളിൽ നിന്ന് പ്രത്യേകമായി അല്ലാഹുവിനോട് രക്ഷ തേടുന്നു. ഒന്നാലോചിച്ചു നോക്കൂ. എല്ലാ അപകടങ്ങളിൽ നിന്നുമുള്ള കാവൽ തേടിയതിനു ശേഷം പ്രത്യേകമായ 3 അപകടങ്ങളിൽ നിന്ന് അല്ലാഹുവിനോട് അതെടുത്തു പറഞ്ഞ് കാവൽ തേടുന്നു. കാരണം ആ ഉപദ്രവങ്ങൾ അത്രയും കടുത്തതാണ്. മാത്രമല്ല, ആ ഉപദ്രവങ്ങൾ പൊതുവെ നമ്മുടെ കണ്ണിൽ കാണാത്തതാണ്. നമുക്ക് അത് തിരിച്ചറിയാൻ പലപ്പോഴും സാധിക്കുകയില്ല. മിൻ ശർരി വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി
അല്ലാഹുവേ ഷർറിൽ നിന്ന്, കെടുതിയിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. ഗാസിഖിൻ ഇദാ വഖബ്, രാത്രിയുടെ ഉപദ്രവങ്ങളിൽ നിന്ന്. അത് ഇരുൾ മൂടുന്നതായാൽ, നോക്കൂ, ഇരുളടന്ന രാത്രി, അതേക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. എല്ലാവിധ ഉപദ്രവങ്ങളും, ഉപദ്രവകാരികളായ ജന്തുക്കളും, അതുപോലെ തിന്മയുടെ വൃത്തികേടുകളുടെ ആളുകളും അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ ദുശ്ചെയ്തികൾക്ക് തിരഞ്ഞെടുക്കുന്ന സമയമാണ് രാത്രി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ആളുകൾ പറയാറുള്ളത്, പട്ടാപ്പകൽ നടന്ന കൊലപാതകം, പട്ടാപ്പകൽ നടന്ന കവർച്ച എന്നിങ്ങനെ നമ്മൾ വാർത്തയിൽ പ്രത്യേകമായി വായിക്കാറില്ലേ? എന്തുകൊണ്ടാണ്? കാരണം ആ സമയത്ത് ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ നടക്കുക എന്നത് പൊതുവേ സംഭവിക്കാത്തതാണ് എന്നതുകൊണ്ടാണ്. മറിച്ച് കുറ്റകൃത്യങ്ങളുടെ, വൃത്തികേടുകളുടെ, തോന്നിവാസങ്ങളുടെ, അപകടങ്ങളുടെ പൊതുവെയുള്ള സമയം അത് രാത്രിയാണ്. അതുകൊണ്ട് ആ സമയത്തിൽ നിന്ന്, അതിൽ നിന്നുണ്ടാകുന്ന, ആ സമയത്തുണ്ടാകുന്ന ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടുന്നു. മൂസ അലൈഹിസ്സലാം ഫിർഔനും അവൻ്റെ കൂട്ടാളികളും മൂസ അലൈഹിസ്സലാമിനെ വെല്ലുവിളിച്ചപ്പോൾ, മൂസാ നബിയെ പരാജയപ്പെടുത്താൻ സാഹിറുകളെ കൊണ്ടുവരും, മായാജാലക്കാരെ കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ, അതിനുവേണ്ടി സമയം നിശ്ചയിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ മൂസ അലൈഹിസ്സലാം അവരോട് പറഞ്ഞത് എന്താണ്? ഖാല മൗഇദുക്കും യൗമുസ് സീനതി വഅൻ യുഹ്ശറൻ നാസു ദുഹാ. അതേ, നമുക്ക് മത്സരം നിശ്ചയിക്കാനുള്ള സമയം അത് ജനങ്ങളെല്ലാം ഒരുമിച്ചു ചേരുന്ന, അവരെല്ലാം ഒരുമിച്ചു ചേരുന്ന അലങ്കാരത്തിൻ്റെ ഒരു ദിവസമുണ്ട്, അവരുടെ ഒരു ആഘോഷ ദിവസമുണ്ട്. അതുപോലെ വഅൻ യുഹ്ശറൻ നാസു ദുഹാ, ജനങ്ങൾ ദുഹാ സമയത്ത് ഒത്തുചേരുന്ന സമയമാണ്. നട്ടുച്ചക്ക് മുൻപേയുള്ള പകൽ സമയമാണ് ദുഹാ എന്ന് പറയുന്നത്. കാരണം സാഹിറന്മാർ, സിഹറിൻ്റെ, മാരണത്തിൻ്റെ, മായാജാലത്തിൻ്റെ ആളുകൾ, അവരുടെ കുതന്ത്രങ്ങൾ അവർക്ക് വേണ്ടുന്നതുപോലെ ഒരുപക്ഷെ ചെയ്യാൻ, അത് കൊണ്ടുവരാൻ സാധിക്കുകയില്ല. ആളുകളെ വഞ്ചിക്കാനുള്ള അവരുടെ കഴിവ് അത് കുറയും. ഏത് സമയത്ത്? ഈ പകൽ സമയത്ത് ആളുകളെ പറ്റിക്കാനുള്ള അവരുടെ തന്ത്രങ്ങൾ അതെല്ലാം പരിപൂർണമായ അർത്ഥത്തിൽ നടക്കണമെന്നില്ല. വെളിച്ചമുള്ള അവസ്ഥയിൽ നോക്കൂ, നമുക്കെല്ലാവർക്കും അറിയാം, വെളിച്ചമെന്ന് പറയുന്നത്, പ്രകാശമെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന് വിശാലത നൽകുന്ന കാര്യമാണ്. ഇരുട്ടെന്ന് പറയുന്നത്, ഇരുട്ടേറിയ ഒരു വഴിയിലൂടെ കുറേ നേരം നടക്കേണ്ടി വരിക, ഒരു ഇരുട്ടുമുറിയിൽ കുറേ സമയം കഴിയേണ്ടി വരിക എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന് തന്നെ ഒരു തരം ഇടുക്കമുണ്ടാക്കി തീർക്കുന്ന കാര്യമാണ്. എന്നാൽ പ്രകാശമുള്ള വഴിയിലൂടെ സഞ്ചരിക്കുക, വെളിച്ചമുള്ളിടത്തിരിക്കുക എന്നത് സഹോദരങ്ങളെ നമ്മുടെ ഹൃദയങ്ങൾക്ക് തന്നെ വിശാലത നൽകുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമ്മെ വിട്ടേച്ചു പോയ ദീനിനെ വിശേഷിപ്പിച്ചിട്ടുള്ളതുപോലെ, തറക്തുകും അലൽ ബൈദാ ലൈലുഹാ കനഹാരിഹാ ലാ യസീഗു അൻഹാ ബഅദി ഇല്ലാ ഹാലിക്. ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നത് പ്രകാശപൂരിതമായ ഒരു വഴിയിലാണ്. ലൈലുഹാ കനഹാരിഹാ, അതിൻ്റെ രാത്രി പോലും പകൽ പോലെ പ്രശോഭിതമാണ്. ലാ യസീഗു അൻഹാ ബഅദി ഇല്ലാ ഹാലിക്, എനിക്ക് ശേഷം നശിച്ചവനല്ലാതെ ആ വഴിയെ വിട്ട് തെറ്റായ വഴിയിലേക്ക് പോവുകയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അതിനുശേഷം അത് കാവൽ തേടാൻ അള്ളാഹു പഠിപ്പിക്കുന്നു. വമിൻ ശർരിൻ നഫ്ഫാഥാതി ഫിൽ ഉഖദ്, വമിൻ ശർരിൻ നഫ്ഫാഥാതി ഫിൽ ഉഖദ്, നഫ്ഫാഥാത്തിൻ്റെ ഷർറിൽ നിന്ന്, കെട്ടുകളിൽ ഊതുന്നവരുടെ ഷർറിൽ നിന്ന്. നഫഥ എന്നാൽ ഊതുക എന്നാണ് അതിനർത്ഥം. അഥവാ പിശാചുക്കളുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് ചില കെട്ടുകളിടുന്ന മാരണക്കാരുണ്ട്, സിഹറിൻ്റെ ആളുകളുണ്ട്. ശൈത്താന്മാരുടെ പേരുകൾ പറഞ്ഞ് അതിലേക്ക് ഊതി ജനങ്ങളെ സിഹർ ചെയ്യുന്ന, അവർക്കെതിരിൽ മാരണം ചെയ്യുന്ന ആളുകളുടെ ഉപദ്രവങ്ങളിൽ നിന്ന്. നോക്കൂ നിങ്ങൾ, ഈ സൂറത്തിൻ്റെ തഫ്സീറിൽ മുഫസ്സിറുകളെല്ലാം നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരിൽ ലബീദ് ഇബ്നുൽ അഅസം എന്നുപേരുള്ള ഒരു യഹൂദി സിഹർ ചെയ്തതുമായി ബന്ധപ്പെട്ട ഹദീസ് ഉദ്ധരിച്ചത് കാണാം. ഈ സൂറത്തിൻ്റെ തഫ്സീറുകളിലെല്ലാം നമുക്ക് ആ ഹദീസ് കാണാം. ഇമാം ബുഖാരിയും മുസ്ലിമും അതുപോലെ ധാരാളക്കണക്കിന് മുഹദ്ദിസുകളും അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചിട്ടുള്ള സഹീഹായ ഹദീസാണത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരിൽ ലബീദ് ഇബ്നുൽ അഅസം എന്ന യഹൂദി സിഹർ ചെയ്തതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിൻ്റെ ഫലമായി ചില ഉപദ്രവങ്ങൾ അനുഭവിക്കേണ്ടി വന്നതും. നോക്കൂ, നമ്മുടെ റസൂൽ
സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രേഷ്ഠതക്കോ അവിടുത്തേക്ക് അള്ളാഹു നൽകിയ വഹയിനോ യാതൊരു പോരായ്മയും പാളിച്ചയും അതുകൊണ്ടുണ്ടാവുകയില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് മുഖേന അള്ളാഹുവിൽ പ്രതിഫലം വർദ്ധിക്കുകയാണ് ചെയ്യുക. എന്തുകൊണ്ടാണത്? കാരണം അത് നബിക്കേറ്റ ഒരു ഉപദ്രവമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശത്രുക്കളിൽ നിന്ന് ഉപദ്രവം ഉണ്ടായിട്ടില്ലേ? അവർ കുടിച്ചു വെച്ച ചതിക്കുഴിയിൽ യുദ്ധങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണുപോയിട്ടില്ലേ? അവിടുത്തെ പല്ല് പൊട്ടിപ്പോയിട്ടില്ലേ? നബിയുടെ കവിളിലൂടെ ശത്രുക്കളുടെ ആയുധം തറച്ച് രക്തം അതൊഴുകിയിട്ടില്ലേ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതുപോലെ ശത്രുക്കളിൽ നിന്നുണ്ടായ ഉപദ്രവങ്ങൾ അത് നബിയുടെ ശ്രേഷ്ഠത കുറയ്ക്കുകയാണോ ചെയ്തത്? അല്ല. അള്ളാഹുവിൽ നബിയുടെ പ്രതിഫലവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്വവും അത് മുഖേന വർദ്ധിക്കുകയാണ് ഉണ്ടായത്. അള്ളാഹുവിൻ്റെ നബിമാരുടെ ബുദ്ധി നീങ്ങിപ്പോവുക, അവർക്ക് ഭ്രാന്തുണ്ടാവുക എന്നതൊരിക്കലും സംഭവിക്കുകയില്ല. എന്നാൽ ശാരീരികമായ ഇത്തരം ഉപദ്രവങ്ങൾ നബിമാർക്ക് ഉണ്ടാകുമെന്നത് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഭാഗമായ ഉപദ്രവമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ യഹൂദി ചെയ്തപ്പോൾ അത് ഫലിച്ച് അത് മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടായത്. അവിടുത്തെ ഭാര്യമാരുടെ അരികിലേക്ക് പോകാതെ പോയി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തോന്നുകയാണ്. നോക്കൂ, അങ്ങനെയാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ തോന്നൽ ഒരു തോന്നലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായിട്ടുണ്ട്. അവിടുന്ന് എന്താണ് ചെയ്തത്? അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ അതാ 2 മലക്കുകൾ വരികയാണ്. 2 മലക്കുകൾ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് പരസ്പരം സംസാരിക്കുകയാണ്. ഒരു മലക്ക് ചോദിച്ചു, എന്താണ് ഇദ്ദേഹത്തിന് സംഭവിച്ചത്? അടുത്ത മലക്ക് പറഞ്ഞു, മത്ബൂബ്, സിഹർ ബാധിച്ചതാണ്. മൻ തബ്ബഹു, ആരാണ് സിഹർ ചെയ്തത്? ലബീദ് ഇബ്നുൽ അസം എന്ന യഹൂദിയാണ് ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുന്ന് മുടി ചീകാൻ ഉപയോഗിച്ചിരുന്ന ചീർപ്പ് അത് ഉപയോഗിച്ചുകൊണ്ട്, മുടിനാർ ഉപയോഗിച്ചുകൊണ്ട്, അതുപോലെ ഈ തപ്പന മരത്തിൻ്റെ ഒരു ഭാഗം ഉപയോഗിച്ചുകൊണ്ട് ഒരു കിണറ്റിൽ സിഹർ ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കിണറ്റിനരികിലേക്ക് ചെല്ലുകയും അതിൻ്റെ നിറം തന്നെ മാറിപ്പോയത് കാണുകയും ചെയ്യുന്നു. നോക്കൂ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന പാഠമാണ്. കാരണം സിഹറിൻ്റെ ഉപദ്രവങ്ങൾ വല്ലതും ആർക്കെങ്കിലും ഉണ്ടായാൽ അവൻ ചെയ്യേണ്ട ഇസ്ലാമികമായ രീതി ഇതാണ്: അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുക, പരീക്ഷണമാണെന്ന് മനസ്സിലാക്കുക. ഇതാ ഈ സൂറത്തുകൾ, അള്ളാഹു പഠിപ്പിച്ച ഈ സൂറത്തുകൾ, പ്രത്യേകിച്ച് അവസാനത്തെ 3 സൂറത്തുകൾ, അത് മുഖേന മന്ത്രിക്കുക, അത് കയ്യിലൂതുക, ശരീരത്തിൽ തടവുക, ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുകയും കേൾക്കുകയും ചെയ്യുക. പ്രത്യേകിച്ച് സൂറത്തുൽ ബഖറ പോലെയുള്ള സൂറത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മുറിച്ചു കടക്കാൻ സാഹിറുകൾക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സൂറത്ത് ആവർത്തിക്കുക, അത് വീണ്ടും വീണ്ടും പാരായണം ചെയ്യുക. ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷയേകും. അതല്ലാതെ സിഹർ സംഭവിച്ചു എന്ന് തോന്നിയാൽ ആരുണ്ട് ഈ സിഹർ എനിക്ക് അടിച്ചു തരാൻ? ഏത് മന്ത്രവാദിയുണ്ട് ഒരു സിഹർ ചെയ്യാൻ എന്നിങ്ങനെ അന്വേഷിച്ച് നടക്കുകയല്ല. ഉറുക്കുകളും ഏലസുകളും കെട്ടാൻ പോവുകയല്ല, ദർഗകളിലേക്ക് ചെല്ലുകയല്ല. നീ അതുപോലെ ചെയ്യാൻ, ഇത് വല്ലതും ചെയ്യാൻ ശ്രമിച്ചാൽ ഇസ്ലാമിൽ നിന്ന് നീ പുറത്തു പോവുകയാണ് ചെയ്യുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ നിശ്ചയിച്ച സിഹറിൻ്റെ ആകട്ടെ മറ്റുള്ള രോഗങ്ങളുടെ ആകട്ടെ ഉപദ്രവങ്ങൾ സഹിക്കുക എന്നത് മുസ്ലിമായ സഹോദര നിനക്കതുകൊണ്ട് അള്ളാഹുവിൽ പ്രതിഫലമാണ് ലഭിക്കുക. അതേസമയം നീ അതിനെതിരായി സിഹറോ അതുപോലുള്ള കൂടോത്തർ പ്രവർത്തനങ്ങൾക്കോ ചെന്നാൽ നിന്റെ ഈമാൻ ഇല്ലാതായി പോവുകയാണ് ചെയ്യുക. എന്താണ് സിഹർ എന്ന് പറയുന്നത്? സിഹർ അല്ലാഹു റബ്ബുൽ ആലമീൻ മനുഷ്യർക്ക് പരീക്ഷണത്തിനായി അവതരിപ്പിച്ച ഒരു കാര്യമാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ മനുഷ്യർക്ക് പരീക്ഷണത്തിനായാണ് സിഹർ അവതരിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹറൂത്ത് മാറൂത്ത് എന്നു പേരുള്ള 2 മലക്കുകൾ മുഖേന സിഹർ ഈ ഭൂമിയിൽ പഠിപ്പിക്കപ്പെട്ടു. അത് പരീക്ഷണമായിരുന്നു, അതാരും പഠിക്കരുതായിരുന്നു. അവർ ജനങ്ങളോട് പറഞ്ഞിരുന്നു, ഇത് പഠിക്കാൻ പാടില്ല. ഇന്നമാ നഹ്നു ഫിത്നത്തുൻ, ഞങ്ങൾ പരീക്ഷണമായി നിശ്ചയിക്കപ്പെട്ടതാണ്. ഫലാ തക്ഫുർ, അതുകൊണ്ട് സിഹർ പഠിച്ച് നിങ്ങൾ കാഫിറുകളായി പോകരുത്. അള്ളാഹു പറഞ്ഞു, വമാ ഹും ബിദാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുമതിയോടെയല്ലാതെ അത് മുഖേന ഒരാൾക്കും ഉപദ്രവം വരുത്തി വെക്കാൻ ആർക്കും സാധ്യമല്ല. എന്നാൽ ജനങ്ങൾ അതിൽ നിന്ന് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്ന,
അവർക്കിടയിൽ വഴക്കുണ്ടാക്കുന്ന, അവരുടെ ബന്ധം വഷളാക്കുന്ന കാര്യങ്ങൾ പഠിച്ചു. അതാരാണോ പഠിച്ചത് അവന് പരലോകത്ത് ഒരു ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല എന്ന് ഖുർആനിൽ അള്ളാഹു പറയുകയുണ്ടായി. എന്താണ് പ്രിയമുള്ളവരെ അതിൽ നിന്നെല്ലാം നമുക്ക് ലഭിക്കുന്ന പാഠം? സിഹർ കൊണ്ട് ആളുകൾക്കിടയിലുള്ള ബന്ധം ചിലപ്പോൾ വഷളാക്കിയേക്കും. ജനങ്ങളെ രോഗികളാക്കി തീർക്കാനും അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കി തീർക്കാനും സിഹർ മുഖേന സാധിച്ചേക്കും. പക്ഷെ അള്ളാഹു അനുവദിച്ചാലല്ലാതെ, അള്ളാഹുവിൻ്റെ അനുമതിയോടെയല്ലാതെ അതൊന്നും നടക്കുകയില്ല. അതാരാണോ പഠിച്ചത്, അതാരാണോ ചെയ്തത്, അവൻ ഇസ്ലാമിൽ നിന്ന് അതോടെ പുറത്തു പോകും. ഒരു ഇസ്ലാമിക സമൂഹത്തിൽ, ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ ഒരു സാഹിറിനുള്ള ശിക്ഷ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ഹദ്ദു സാഹിരി ദർബത്തുൻ ബിസൈഫ്. സാഹിറിനുള്ള ശിക്ഷ വാൾ കൊണ്ട് അവനെ വെട്ടുക എന്നതാണ്. അഥവാ ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ സാഹിറുകൾക്കുള്ള ശിക്ഷ വധശിക്ഷയാണ്. സഹാബത്ത് റളിയല്ലാഹു അൻഹും അത് നടപ്പിലാക്കിയിട്ടുണ്ട്. സിഹർ ചെയ്തവൻ അതോടെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, അതോടെ പുറത്തു പോകും. എന്നാൽ ആർക്കെങ്കിലും ഇങ്ങനെ വല്ല ഉപദ്രവവും ഉണ്ടായി എന്നവന് തോന്നിയാൽ അള്ളാഹുവിനോട് ധാരാളമായി ദുആ ചെയ്യുക, പരിശുദ്ധ ഖുർആനോദി അവൻ സ്വയം മന്ത്രിക്കുക. സിഹറിൻ്റെതോ മറ്റോ ആയ വസ്തുക്കൾ അവൻ എവിടെയെങ്കിലും കണ്ടെത്തിയാൽ നശിപ്പിച്ച് കളയുക. അതിന് ചില അടയാളങ്ങളുണ്ട്. പല വസ്തുക്കളിലും ആളുകൾ സിഹർ ചെയ്യും. കോഴിമുട്ടക്ക് മുകളിൽ പലതും കുത്തിവരച്ചത്, അങ്ങനെ പലതും നമ്മൾ കണ്ടിട്ടില്ലേ? അതുപോലെ ചിലയിടങ്ങളിൽ അക്ഷരങ്ങൾ അത് ഒരർത്ഥവുമില്ലാത്ത രൂപത്തിൽ അക്ഷരങ്ങളും അക്കങ്ങളുമെല്ലാം പല കളങ്ങൾ വരച്ച് എഴുതിയിട്ടുണ്ടാകും. അർത്ഥം എന്താണെന്നറിയാത്ത പല പേരുകളും അവർ വിളിക്കും. ഇങ്ങനെയൊക്കെയാണ് സിഹറിൻ്റെ ആളുകളുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. അത് വൻ പാപങ്ങളിൽ ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 പാപങ്ങൾ എണ്ണിയപ്പോൾ അതിൽ രണ്ടാമതായി സിഹ്റിനെയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അത് ചെയ്യാനോ അത് സംഭവിച്ചു എന്ന് തോന്നിയാൽ അതില്ലാതാക്കാൻ മറു സിഹർ ചെയ്യാൻ പോകാനോ ഒരു മുസ്ലിമിന് ഒരിക്കലും പാടുള്ളതല്ല. മറിച്ച് അവൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, തൗഹീദിൽ ഉറച്ചു നിൽക്കുക. അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കുക. റബ്ബ് ഉദ്ദേശിച്ചാലല്ലാതെ ഒരു സിഹറും ഒരു പിശാചിൻ്റെ ഉപദ്രവവും നമ്മിൽ ഒരാൾക്കും ഉണ്ടാവുകയില്ല എന്ന കാര്യം ഉറച്ചു മനസ്സിലാക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ എല്ലാവിധ ഇത്തരം ഉപദ്രവങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വലാഹ്. സഹോദരങ്ങളെ, സിഹറും അതുമായി ബന്ധപ്പെട്ട ധാരാളം ദുഷ്പ്രവർത്തനങ്ങളും നാട്ടിൽ പല രൂപത്തിൽ ആളുകൾക്കിടയിൽ വ്യാപിച്ചിട്ടുണ്ട്. പഴയ സാഹിറുകൾ പ്രത്യേക രൂപത്തിലും ഭാവഭാവത്തിലും ഇരിക്കുന്നവരാണ് എങ്കിൽ ആധുനിക കാലത്ത് പല സാഹിറുകളും ആ രൂപത്തിലാണ് ഇരിക്കുന്നത്. പിശാചുമായി ബന്ധപ്പെടുന്ന പല രൂപത്തിൽ പൈശാചിക പ്രവർത്തനങ്ങൾ നടത്തുന്ന പല കേന്ദ്രങ്ങൾ പലയിടങ്ങളിലുമുണ്ട്. ചിലത് ചികിത്സകൾ എന്ന പേരിലായിരിക്കും, മറ്റു ചിലത് നിങ്ങളുടെ വ്യക്തിത്വ വികാസം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. ഇങ്ങനെ പല രൂപത്തിൽ നോക്കൂ, നേർക്ക് നേരെ നമുക്ക് എന്താണ് ഇതിലെ കാര്യമെന്ന് മനസ്സിലാകാത്ത, കാരണം വ്യക്തമാകാത്ത ചില പ്രവർത്തനങ്ങൾ ആളുകൾ ചെയ്യുന്നത് കാണാം. അതുപോലെ നക്ഷത്രങ്ങളെക്കുറിച്ച് ജ്യോതിഷം പഠിക്കുന്നവരെ കാണാം. അത് സിഹറിൻ്റെ ഇനമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, മായാജാല പ്രവർത്തനങ്ങൾ, മാജിക് ഷോകൾ, ഇത് പലതും നിരുപദ്രവകരമാണ്, അതൊന്നും തെറ്റല്ലാത്ത കാര്യമാണ് എന്ന് വിചാരിക്കുന്ന പലരുമുണ്ട്. നോക്കൂ, അതിൽ പോലും പലതിലും ഈ സിഹറുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതെല്ലാം നേർക്കുനേരെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന സിഹറാകണമെന്നില്ല. ചിലതൊക്കെ അവർ കൈയടക്കത്തിൽ വളരെ വേഗം മുന്നിലുള്ള ആളുകളെ കബളിപ്പിക്കുന്ന രൂപത്തിൽ ചെയ്യുന്നതായിരിക്കും. എന്നാൽ അതിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന സിഹറിൻ്റെ പ്രവർത്തനങ്ങൾ വരെ ചിലപ്പോൾ ഉണ്ടായേക്കാം. അല്ലെങ്കിൽ ചെറിയ ശിർക്കിലേക്ക് എത്തിച്ചേരുന്ന ചില പ്രവർത്തനങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നോക്കാനോ അത്തരം ഷോകളിൽ പങ്കെടുക്കാനോ ഒരു മുസ്ലിമിന് പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. പല ആളുകൾക്കും അറിയാത്ത കാര്യമാണിത്. ഇത്തരം മായാജാല പ്രവർത്തനങ്ങൾ, സാധാരണ മനുഷ്യൻ ചെയ്യാത്ത കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾക്ക് പിന്നാലെ പോകാൻ നമുക്ക് പാടില്ല. ഒരാൾ തൻ്റെ കൈ കൊണ്ട് അല്ലെങ്കിൽ തൻ്റെ മുടിയിൽ ഒരു കയർ കെട്ടി വലിയ ടൺ കണക്കിന് ഭാരമുള്ള വാഹനം വലിക്കുകയാണ്. തൻ്റെ വിരലിലോ അല്ലെങ്കിൽ കയ്യിലോ ഒക്കെ കയർ കെട്ടി, മുടിയിൽ കൈ കെട്ടി വലിക്കുകയാണ്. അല്ലെങ്കിൽ ഒരാൾ
ഒരു സാധാരണ മനുഷ്യൻ ഒരു റോഡിൻ്റെ നടുവിൽ കിടക്കുന്നു. അവൻ്റെ മുകളിലൂടെ ഭാരമുള്ള വാഹനം കയറ്റി ഇറക്കുകയാണ്. ഒന്നും സംഭവിക്കുന്നില്ല. ഇത്തരം കാര്യങ്ങളെ പലരും വിചാരിച്ചിട്ടുള്ളത് ഇതൊക്കെ നിരുപദ്രവകരമായ കാര്യങ്ങളാണ് എന്നതാണ്. അല്ല, അതിൽ പലതിലും നോക്കൂ, പൈശാചിക പ്രവർത്തനങ്ങളുണ്ട്, സിഹറുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുണ്ട്. അത്തരം കാഴ്ചകൾക്ക് പിന്നാലെ പോകാനോ അതിൻ്റെ കാണികളായി മാറാനോ നമുക്ക് പാടുള്ളതല്ല. കാരണം അതിൻ്റെ കാഴ്ചക്കാരായി നിന്നാൽ ഒരു പക്ഷേ നമ്മെ ആ സിഹറിൻ്റെ അനന്തരഫലം ബാധിച്ചേക്കാം. അതല്ലെങ്കിൽ അതിനോട് സഹകരിക്കുന്നവരായി നമ്മൾ മാറിയേക്കാം. നസറുല്ലാഹൽ ആഫിയ വസ്സലാമ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് സിഹറിൻ്റെ എല്ലാവിധ ഇനങ്ങളെയും നമ്മൾ സൂക്ഷിക്കുക. നമ്മളിത് പറയുന്നത് സിഹറിലേക്ക് ആളുകളെ നയിക്കാനല്ല, സാഹിറന്മാരെ മഹത്വവൽക്കരിക്കാനല്ല, മറിച്ച് അവർ പിശാചിൻ്റെ അനുയായികളാണ് എന്ന് പറയാനാണ്. പൈശാചിക പ്രവർത്തനങ്ങളാണ് അതെല്ലാം എന്ന് പറയാനാണ്. ഇത് പഠിച്ച ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം മായാജാലക്കാർ എന്തു തന്നെ അത്ഭുതം കാണിച്ചാലും, ചില ഇമാമുമാർ പറഞ്ഞതുപോലെ അവൻ വായുവിലൂടെ സഞ്ചരിക്കുന്നത് കണ്ടാലും, അവൻ കടലിൻ്റെ മുകളിലൂടെ മുങ്ങിപ്പോകാതെ അത്ഭുതകരമായി ചവിട്ടി നടക്കുന്നത് കണ്ടാലും നമ്മളവൻ അള്ളാഹുവിൻ്റെ വലിയ ആണെന്ന് പറയുകയില്ല. നമ്മളവൻ അള്ളാഹുവിൻ്റെ വലിയാണെന്ന് പറയുകയില്ല. ഓരോരുത്തരെയും കിതാബിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രമേ ദീൻ പഠിച്ച, ഇസ്ലാം പഠിച്ച ഒരാൾ വിലയിരുത്തുകയുള്ളൂ. എന്നാൽ ഇതറിയാത്ത ആളുകൾ എന്ത് ചെയ്യും? ഇതറിയാത്ത ആളുകൾ രണ്ട് രൂപത്തിലാണ് സഹോദരങ്ങളെ. ഒന്ന് ഈ സാഹിറന്മാരെ അള്ളാഹുവിൻ്റെ വലിയകളാണെന്ന് വിശ്വസിക്കുന്നവർ, അവർക്ക് അള്ളാഹുവിൻ്റെ വലിയകളും വലിയ കറാമത്തുള്ളവരുമൊക്കെയാണ് എന്ന് വിശ്വസിക്കുന്നവർ, സിഹർ അനുവദനീയമാണ് എന്ന് വിശ്വസിക്കുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇസ്മിൻ്റെ പണിയെടുക്കുന്ന ഉസ്താദിന് പ്രത്യേക ബഹുമാനം കൊടുക്കുന്ന ആളുകൾ. യാ സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന സിഹറാണ് അവൻ ചെയ്യുന്നത്. അവനെ ബഹുമാനിക്കുകയാണോ ചെയ്യേണ്ടത്? അല്ല. ഒരു സാഹിറായി തീരണമെങ്കിൽ അങ്ങേയറ്റം വൃത്തികെട്ട പ്രവർത്തനങ്ങൾ ചെയ്താലല്ലാതെ അവൻ സാഹിറാവുകയില്ല. അള്ളാഹുവിൻ്റെ കിതാബിന് മുസ്ഹഫിന് മുകളിൽ വിസർജ്യങ്ങൾ ഉണ്ടാക്കുക, അതിനു മുകളിൽ വിസർജിക്കുക പോലെയുള്ള അങ്ങേയറ്റം നിന്ദ്യമായ, നമ്മുടെ നാവിന് പറയാൻ കൊള്ളാത്ത, താക്കീത് നൽകാൻ വേണ്ടി മാത്രം നമ്മൾ സംസാരിക്കുന്ന അത്രയും ഗുരുതരമായ കാര്യങ്ങൾ ചെയ്താലല്ലാതെ ഒരാൾ ഒരു സാഹിറാവുകയില്ല. പിശാചവനെ അവൻ്റെ ഈ രൂപത്തിലുള്ള കൂട്ടാളിയാക്കുകയില്ല. അങ്ങനെയുള്ള ആളുകളെയാണോ ജനങ്ങൾ ബഹുമാനിക്കേണ്ടത്? സഹോദരങ്ങളെ, പല രൂപത്തിലുണ്ട്. ഈ സിഹറിൻ്റെ ആളുകൾ മതവ്യത്യാസമില്ലാതെ പരസ്പരം കോർക്കപ്പെട്ട കണ്ണുകളാണെന്ന് നമുക്ക് കാണാം. ഒരാൾക്ക് പിശാചിൻ്റെ ഉപദ്രവമുണ്ട്, അതിന് ചികിത്സക്കൊരു തങ്ങളുടെ അരികിൽ ചെന്നു. തങ്ങൾ വന്ന് കുറേ ഉറുക്ക് കെട്ടിക്കൊടുത്തു, അയാൾ കുറേ ചികിത്സകൾ ചെയ്തു കൊടുത്തു. അവസാനം അയാൾ പറയും, ഇല്ല, ഇത് നമ്മുടെ കയ്യിൽ നിൽക്കുകയില്ല, ഇത് മറ്റയാളുടെ അരികിലേക്ക് പോകണം. മുസ്ലിമും കൂടിയല്ല, വേറെ മതക്കാരനായ മുഷിരിക്കാണെന്ന് സ്വയം പ്രഖ്യാപിച്ചിട്ടുള്ള മറ്റുള്ള മതസ്ഥരായ ആളുകളുടെ അരികിലേക്ക് ചെല്ലാൻ അവരിലേക്ക് റഫർ ചെയ്തു കൊടുക്കുന്ന ഈ ഉമ്മത്തിൻ്റെ ആളുകളാണെന്ന് പറയപ്പെടുന്ന മന്ത്രവാദികളെ കാണാം. ഇതെല്ലാം പരസ്പരം യോജിക്കുന്ന കണ്ണികളാണ്. കാരണം ചെയ്യുന്നതൊക്കെ സിഹറാണ്. അത് മുസ്ലിം പേരുള്ളവൻ ചെയ്താലും മുസ്ലിം അല്ലാത്ത പേരുള്ളവൻ ചെയ്താലും രണ്ടും സിഹറാണ്, രണ്ടും കുഫറാണ്. അത് ചെയ്യുന്നവൻ കാഫറാണ്, ഇസ്ലാം എന്ന് പുറത്തുപോയവനാണ്, ഇസ്ലാമിനുള്ളിൽ അവന് ഒരു സ്ഥാനവുമില്ല. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നോക്കൂ, അങ്ങനെ ഇതിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. മറ്റൊരു കൂട്ടരാരാണ്? സിഹറിനെ നിഷേധിക്കുന്ന ആളുകളാണ്. അവരുടെ വിചാരം സിഹർ കൊണ്ട് ഉപദ്രവം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ, അത് വിശ്വസിച്ചാൽ അത് ഇസ്ലാം എന്ന് പുറത്തു പോകും എന്ന്. അല്ല സഹോദരൻ, അത് ഖുർആനിൽ അള്ളാഹു പറഞ്ഞതാണ്. വമാ ഹും ബിദാരിന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. അള്ളാഹുവിൻ്റെ അനുമതിയോടെയല്ലാതെ അതുകൊണ്ട് ഒരു ഉപദ്രവം ഉണ്ടാവുകയില്ല. റബ്ബ് പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമുക്കത് കാണാം. ഈ ഉമ്മത്തിലെ അഹ്ലുസുന്നത്തിൻ്റെ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ലാത്ത കാര്യമാണ്. നോക്കൂ, അതിനെ തള്ളിക്കളയുന്നവരും അതിനെ തള്ളിക്കളയുന്ന ആളുകളും ആ സിഹറിൽ അല്ലെങ്കിൽ കുഫറിൽ, ഷിർക്കിൽ അറിയാതെ അകപ്പെടാനാണ് ഏറെ സാധ്യതയുള്ളത്. കാരണം അത്തരം ആളുകൾ, ജനങ്ങൾ ഇതുപോലെ പൈശാചികമായ സഹായത്തോടെ വല്ല അത്ഭുതവും കാണിക്കുന്നത് കണ്ടാൽ അവൻ വിചാരിക്കും, ഇതെങ്ങനെ ശരിയാകും? അപ്പോൾ നോക്കൂ, അയാൾ അള്ളാഹുവിൻ്റെ ശരിയായ വലിയ തന്നെയാണ് എന്നൊരു പക്ഷേ ഇവൻ വിശ്വസിച്ചു പോകും. എന്നാൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, അറിവുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനറിയാം ഇത് പൈശാചിക പ്രവർത്തനങ്ങളാണ്, അതിലേക്ക് തിരിഞ്ഞു നോക്കാൻ പാടില്ല.
ഒരുവൻ എത്ര വലിയ അത്ഭുതം കാണിച്ചു അവൻ അത്രയും വലിയ പിശാചാണ് എന്നേ ഒരു മുഅ്മിൻ മനസ്സിലാക്കുകയുള്ളൂ. നോക്കൂ, അതിനുശേഷം അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മോട് കാവൽ തേടാൻ പറയുന്നു. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, വമിൻ ശർരി ഹാസിദിൻ, അസൂയക്കാരനിൽ നിന്ന്, അവൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന്, ഇദാ ഹസദ്, അവൻ അസൂയ വെച്ചാൽ. സുബ്ഹാനല്ലാഹ്, അസൂയ എന്ന് പറയുന്നത് നമ്മുടെ ദീൻ നശിപ്പിച്ചു കളയുന്ന കാര്യമാണ്. നോക്കൂ, അള്ളാഹുവിനോടുള്ള ധിക്കാരം ഈ ലോകത്ത് ആദ്യമായി സംഭവിച്ചത് അതിനുള്ള കാരണം അസൂയയായിരുന്നു. ഇബ്ലീസ് അള്ളാഹുവിൻ്റെ കൽപ്പന ധിക്കരിച്ചത് എന്തിൻ്റെ പേരിലാണ്? ആദം അലൈഹിസ്സലാമിനോടുള്ള അസൂയയുടെ പേരിൽ. ആദം അലൈഹിസ്സലാമിൻ്റെ 2 മക്കളിൽ ഒരാൾ ഖാബീൽ ഹാബീലിനെ കൊലപ്പെടുത്തിയത് എന്തിൻ്റെ പേരിലായിരുന്നു? തൻ്റെ സഹോദരനോടുള്ള അസൂയയുടെ പേരിലായിരുന്നു. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മാഇദയിൽ ഏറെ പാഠങ്ങളുള്ള ആ കഥ അല്ലാഹു റബ്ബുൽ ആലമീൻ വിവരിച്ചിട്ടുണ്ട്. അസൂയ ഒരുവൻ്റെ ദീൻ നശിപ്പിച്ചു കളയും. യഹൂദികൾ ഇസ്ലാം സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം അല്ല മുസ്ലിമീങ്ങളോടുള്ള അവരുടെ വിരോധത്തിനുള്ള കാരണം, മുസ്ലിമീങ്ങളോടും അറബികളോടുമുള്ള അവരുടെ ഒടുങ്ങാത്ത പകയും അസൂയയുമായിരുന്നു. അസൂയ സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ ശത്രുവാണ് അസൂയ വെക്കുന്നവൻ. അവൻ സ്വയം ഉരുകിത്തീർന്നുകൊണ്ടിരിക്കും. കാരണം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അവന് പിടിച്ചു വെക്കാൻ സാധ്യമല്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആർക്കാണ് പിടിച്ചു വെക്കാൻ കഴിയുക? അതുകൊണ്ട് താൻ അസൂയ വെക്കുന്നവന് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് കാണുന്നേന അവൻ സ്വയം ഉരുകിത്തീരുകയല്ലാതെ മറ്റൊരു കാര്യവുമില്ല. അത് അവൻ്റെ അനുഗ്രഹത്തെ, തൻ്റെ സഹോദരൻ്റെ അനുഗ്രഹം നശിച്ചു കാണാനുള്ള ആഗ്രഹത്തിലേക്ക് അവനെ നയിക്കും. അവനെ ഉപദ്രവിക്കുന്നതിലേക്ക് പോലും അത് നയിച്ചേക്കും. നസറുല്ലാഹൽ ആഫിയ വസ്സലാമ. അതുപോലെ പ്രിയമുള്ളവരെ, പലപ്പോഴും അസൂയയിൽ നിന്ന് ഉടലെടുക്കുന്ന മറ്റൊരു ഉപദ്രവമാണ് അൽ ഐൻ അഥവാ കണ്ണേറെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ മുൻഗാമികളുടെ തഫ്സീറുകളെല്ലാം എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് ഐനിനെ കുറിച്ചുള്ള, കണ്ണേറിനെ കുറിച്ചുള്ള പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളും കാണാം. കണ്ണേറെന്ന് പറയുന്നത് സത്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേർ സത്യമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വഇ യകാദു അല്ലദീന കഫറു ലയുസ്ലിഖൂനക ബിഅബ്സാരിഹിം ലമ്മ സമിഉ الذിക്റ വയഖൂലൂന ഇന്നഹു ലമജ്നൂൻ. നബിയെ, താങ്കൾ അവരുടെ കണ്ണുകൾ കൊണ്ട് വീഴ്ത്തിയേക്കാം. മുഫസ്സിറുകളിൽ പലരും പറഞ്ഞത് കാണാം, അവിടെ ഉദ്ദേശം കണ്ണേറാണ് എന്ന്. യാക്കൂബ് അലൈഹിസ്സലാം മക്കളോട് മിസ്റിലേക്ക് പോകുമ്പോൾ പറഞ്ഞു, മക്കളെ, നിങ്ങളെല്ലാവരും ഒരേ വഴിയിലൂടെ അവിടേക്ക് കടക്കരുത്. യാ ബനിയ ലാ തദ്ഖുലു മിൻ ബാബിൻ വാഹിദ് വദ്ഖുലു മിൻ അബ്വാബിൻ മുതഫർരിഖ, മറിച്ച് വേറെ വേറെ വഴികളിലൂടെ നിങ്ങൾ മിസ്റിലേക്ക് കടക്കുക. സൂറത്ത് യൂസുഫിലെ ആയത്താണ്. എന്തുകൊണ്ടാണത്? യൂസുഫ് നബിയുടെ സഹോദരങ്ങൾ യൂസുഫ് നബിയെ പോലെ അദ്ദേഹത്തിൻ്റെ അത്ര എത്തുകയില്ല എങ്കിലും വലിയ ഭംഗിയുള്ളവരായിരുന്നു. അവർക്ക് ജനങ്ങളുടെ കണ്ണേറ് ബാധിക്കാതിരിക്കാനാണ് ഉപ്പയായ യാക്കൂബ് അലൈഹിസ്സലാം മക്കളോട് ഈ ഉപദേശം നൽകിയത്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പേരക്കുട്ടികളായ ഹസനെയും ഹുസൈനെയും മന്ത്രിക്കുകയാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഉഈദുകുമാ ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. അള്ളാഹുവിൻ്റെ പരിപൂർണമായ വചനങ്ങൾ മുഖേന ഞാൻ നിങ്ങളെ രണ്ടുപേരെയും മന്ത്രിക്കുകയാണ്, എല്ലാവിധ ഹിംസ്ര ജന്തുക്കളിൽ നിന്നും, ഉപദ്രവിക്കുന്ന ജന്തുക്കളിൽ നിന്നും, എല്ലാ കണ്ണേറിൽ നിന്നും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇതാ ഈ മന്ത്രം ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുത്തെ 2 മക്കളെ ഇസ്ഹാഖിനെയും ഇസ്മായിലിനെയും മന്ത്രിക്കുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഭംഗിയുള്ള ഒരാളെയോ അല്ലെങ്കിൽ ഒരാളുടെ സമ്പത്തോ ഒരാളുടെ എന്തെങ്കിലും കഴിവോ മറ്റോ കണ്ടാൽ നമ്മൾ എന്തു ചെയ്യണം? നമ്മുടെ കണ്ണേർ അയാൾക്ക് ബാധിക്കാതിരിക്കാൻ അയാൾക്ക് ബറക്കത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. ബാറകല്ലാഹു ഫീക്ക്, അള്ളാഹു നിനക്ക് ബറക്കത്ത് ചൊരിയട്ടെ എന്നിങ്ങനെ പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ എന്തു സംഭവിക്കും? അയാൾക്ക് നമ്മുടെ കണ്ണേർ ബാധിച്ചേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽ ഒരാളുടെ സൗന്ദര്യത്തെ മറ്റൊരാൾ പുകഴ്ത്തി പറഞ്ഞപ്പോൾ ഈ സൗന്ദര്യമുണ്ടായിരുന്ന സഹാബി ബോധരഹിതനായി വീഴുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ കൊല്ലുന്നത് എന്ന് ചോദിക്കുകയും ചെയ്ത ഹദീസ് വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൻ്റെ സഹോദരനിൽ എന്തെങ്കിലും ആശ്ചര്യകരമായ, നിങ്ങൾക്ക് ആശ്ചര്യം തോന്നുന്ന നല്ലൊരു കാര്യം കണ്ടാൽ അവന് ബറക്കത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്കത് ബാധിക്കാതിരിക്കാൻ അള്ളാഹുവിനോട് കാവൽ തേടുക. ഇതുപോലുള്ള പരിശുദ്ധ ഖുർആനിൽ അവസാനത്തെ 3 സൂറത്തുകൾ പോലെ ഉള്ളത് കൊണ്ട് മന്ത്രിക്കുക, നമ്മുടെ കുട്ടികളെ മന്ത്രിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ സഹോദരങ്ങളെ വലിയ അപകടങ്ങൾ ഉണ്ടായേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ ഖദർ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിൽ ഏറ്റവും അധികം പേർ മരിക്കുന്നത് ബിൽ അൻഫുസ്, കണ്ണേറ് കൊണ്ടാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്.
അള്ളാഹുവിൻ്റെ വിധിയാൽ തന്നെയാണ് അതും സംഭവിക്കുന്നത്. പക്ഷേ ഈ ഉമ്മത്തിൽ ആളുകൾ അത് മുഖേന മരിക്കുന്നു എന്ന് പറയുന്നു. എത്ര നമ്മൾ കണ്ടിട്ടുണ്ട്. നല്ല ഉന്മേഷവാന്മാരായിരുന്ന, ആരോഗ്യമുണ്ടായിരുന്ന, സൗന്ദര്യമുണ്ടായിരുന്ന ആളുകൾ പെട്ടെന്ന് ഒരു കാരണവും അറിയാത്ത രൂപത്തിൽ രോഗികളായി ശയ്യയിൽ കിടക്കയിൽ അതിനവലംബിച്ച് കിടക്കുന്ന രോഗം ബാധിച്ച ആളുകളായി കിടക്കേണ്ടി വരുന്നത് എത്ര നമ്മൾ കണ്ടിട്ടുണ്ട്. എത്ര കുട്ടികളെ, എത്ര യുവാക്കളെ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. അതിന് പലതിനും കാരണം ഇതായിരിക്കാം. അള്ളാഹു അത് നിശ്ചയിച്ചിട്ടുണ്ട്. എന്താണത് സംഭവിക്കുന്നത്, എങ്ങനെയാണ് സംഭവിക്കുന്നത് അള്ളാഹുവിനറിയാം. അള്ളാഹുവിനാണ് അറിയുക. ചില കാര്യങ്ങൾ അങ്ങനെ നേരിട്ട് സ്പർശിക്കാതെ ഉപദ്രവിച്ചേക്കും. അതിനുദാഹരണമാണ് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിനം പാമ്പിനെ കുറിച്ച് ചില പ്രത്യേക അടയാളങ്ങൾ നബി അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വാലില്ലാത്ത ഒരു തരം പാമ്പ്, അതേക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് കണ്ണിൻ്റെ കാഴ്ചയില്ലാതാക്കി കളയും, അത് ഗർഭിണിയുടെ ഗർഭം അലസിപ്പിച്ച് കളയും, അഥവാ അതിൻ്റെ നോട്ടം പോലും, അതിനെ നോക്കുന്നത് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നേർക്കുനേരെ സ്പർശനമില്ലാതെ ചില ഉപദ്രവങ്ങൾ ഉണ്ടാവുക എന്നത് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിൻ്റെ ഉപദ്രവം ഉണ്ടായേക്കാം. എന്താണ് ചെയ്യേണ്ടത്? കണ്ണേറ് ബാധിക്കാതിരിക്കാൻ ഉറുക്കുമേലസും ബന്ധിക്കലല്ല. ചില ആളുകൾ അങ്ങനെയാണ്. അവൻ്റെ കയ്യിലും കഴുത്തിലും അരയിലുമെല്ലാം തകിടുകൾ കാണാം. അവൻ പറയും കണ്ണേറ് ഇതിൽ തട്ടി തെറിച്ചു പോകാനാണ്. ഒരു കണ്ണേറും അതിൽ തട്ടി തെറിച്ചു പോവുകയില്ല. നിൻ്റെ ഈമാനും കൊണ്ടത് പോയി എന്നല്ലാതെ. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കുക, തൗഹീദിൽ ഉറച്ചു നിൽക്കുക, ഖുർആനിൻ്റെ സുന്നത്തിൻ്റെ ദിക്റുകളുടെ ദുആകളുടെ ആളുകളായി തീരുക. അള്ളാഹു നമുക്ക് സംരക്ഷണമേകും. റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരമെല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവൻ്റെ ദീൻ ശരിയായി മനസ്സിലാക്കാൻ നമുക്കേവർക്കും അവൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات نعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وصلى الله وسلم على نبينا محمد.